മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി എന്തായാലും വി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുവാൻ പോവുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളുടെ എല്ലാം ഇടയിൽ സന്തോഷം തരുന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി LDFിൻ്റെ പ്രതിപക്ഷ നേതാവായി വീണ്ടും നമ്മുടെ കാരണഭൂതൻ എത്തുകയാണ് നിയമസഭയിലേക്ക്. അദ്ദേഹം ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വഹിക്കുവാൻ പോകുന്നത്. അതിലെന്താണ് ഇത്ര സന്തോഷിക്കുവാനെന്ന് ചോദിച്ചാൽ, ഞാൻ വിചാരിച്ചിരുന്നത് ഈ അടിസ്ഥാനപരമായിട്ട് വി സതീശനെ പോലെ ഉള്ളൊരു മുഖ്യമന്ത്രി വരികയും UDFിൻ്റെ തുടർഭരണം ഇങ്ങനെ ഉണ്ടായി നടന്ന്, അല്ലെങ്കിൽ തുടർഭരണമല്ല, ക്ഷമിക്കണം, UDFിൻ്റെ ഭരണം ഇങ്ങനെ വളരെ പ്രശസ്തമായി കുപ്രസിദ്ധമായി മുന്നോട്ട് പോവുകയും അവരുടെ ഒരു തനത് രീതി അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിയുകയും 5 വർഷങ്ങൾക്കപ്പുറം കേരള ജനത പതിവ് പോലെ ഇവൻ വേണ്ട മറ്റവൻ മതി എന്നുള്ള മനോഭാവത്തിൽ മൂന്നാമതൊരു മുന്നണിക്ക് അവസരം കൊടുക്കുവാൻ മടിച്ച് വീണ്ടും LDFിനെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കനലൊരു തരി എന്നുള്ളത് പൂർണ്ണമായും കെട്ടുപോകാതെ ഏതെങ്കിലും ഒരു തരത്തിൽ അവശേഷിക്കുമെന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിട്ട് KN ബാലഗോപാലിനെ പോലെയുള്ള ആരെയെങ്കിലും തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ഒരു ഔന്നത്യം കൊണ്ടല്ല, കാരണഭൂതൻ്റെ അത്രയും പ്രശ്നക്കാരനല്ല അദ്ദേഹം ഒരു പൊതുമധ്യത്തിലെങ്കിലും പൊതുമണ്ഡലങ്ങളിലുള്ള ഇടപെടലുകളിലെങ്കിലും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനത്തിനുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്തായാലും അക്കാര്യത്തിലൊരു ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ ആ ഒരു ആശങ്കയ്ക്ക് ഒരു ആശ്വാസം നൽകുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണഭൂതൻ തന്നെ പ്രതിപക്ഷ നേതാവായി തിരികെ വരുന്നു. ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവുകൾ കലാപഭൂമികളാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. വീണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ ധാർഷ്ട്യത്തോടു കൂടി, കാരണം ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന സുരക്ഷയൊക്കെ അദ്ദേഹത്തിന് കിട്ടും. ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കാം, അത്യാവശ്യം സർക്കാർ ചിലവിൽ വീണ്ടും ആഡംബര വസതികളിൽ വസിക്കാം, സുഖസൗകര്യങ്ങളൊക്കെ നേടിയെടുക്കാം. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടെയുള്ള വിദേശ സന്ദർശനങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാകും. പക്ഷേ അതിൽ തന്നെ ചികിത്സയ്ക്കായി അമേരിക്കയിലൊക്കെ പോകുവാനായി സർക്കാരിൻ്റെ സഹായം ഒരുപക്ഷെ നിർലോഭം തന്നെ അദ്ദേഹത്തിന് ലഭ്യമാകുവാൻ സാധ്യതയുണ്ട്. അതിലൊന്നും UDFകാർ എന്തെങ്കിലും മുടക്കുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ആഡംബരങ്ങളെല്ലാം അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ സാധിക്കും. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിരമിക്കലിലേക്കോ പോകുവാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായി കാണും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജനങ്ങളുടെയും പ്രതീക്ഷ. കൃത്യമായിട്ട് തന്നെ ഒരു 10 വർഷങ്ങൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏത് നിലയിൽ അദ്ദേഹം എത്തിച്ചോ അവിടെ നിന്നും താഴേക്കുള്ള ഏതെങ്കിലും ഒരു അതലപാതാള ഗർത്തത്തിലേക്ക് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് പ്രതിപക്ഷ നേതാവായി ക്രിയാത്മകമായി പ്രവർത്തിച്ച് കൊണ്ടെത്തുകയും